നമ്മൾ മലയാളത്തിൽ പറയാറില്ലേ, വരുന്നില്ലെങ്കിൽ, കാണുന്നില്ലെങ്കിൽ, പഠിക്കുന്നില്ലെങ്കിൽ എന്നൊക്കെ. ഇങ്ങനെയൊക്കെ നമുക്ക് ഇംഗ്ലീഷ് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. ഇന്ന് നാം പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് അൺലെസ് ഉപയോഗിച്ചുള്ളതായ സെൻറ്റൻസുകളാണ്. ഡെയിലി നമുക്ക് ഷോർട്ട് ഇംഗ്ലീഷ് സെൻറ്റൻസുകൾ പറഞ്ഞു പ്രാക്ടീസ് ചെയ്യാം. എന്താ, നിങ്ങൾ റെഡിയല്ലേ? നമുക്ക് ഒരുമിച്ച് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. എന്നാൽ നമുക്ക് പോകാം സെൻറ്റൻസുകളിലേക്ക്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ഓർ കമൻറ്റ്സ് എനിക്ക് പ്രതീക്ഷിക്കാമല്ലോ അല്ലേ? അൺലെസ് എന്നതിന് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ, അല്ലാത്ത പക്ഷം എന്നൊക്കെയാണ് ആശയം ലഭിക്കുന്നത്. നമുക്ക് എക്സാമ്പിൾസിലൂടെ മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്യാം. I will go to the party unless I get sick. എനിക്ക് അസുഖം വന്നില്ലെങ്കിൽ ഞാൻ പാർട്ടിക്ക് പോകും. I will go to the party unless I get sick. എനിക്ക് അസുഖം വന്നില്ലെങ്കിൽ ഞാൻ പാർട്ടിക്ക് പോകും. I'll go to the party unless I get sick. You can play outside unless it's raining. മഴ പെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് കളിക്കാം. You can play outside unless it's raining. You can play outside unless it's raining. മഴ പെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് കളിക്കാം. You can play outside unless it's raining. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് കൂടുതൽ സെൻറ്റൻസുകൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. നീ കൃത്യസമയത്ത് വരുന്നില്ലെങ്കിൽ നിനക്ക് അവസരം നഷ്ടമാകും. അതങ്ങനെ പറയാം. Unless you come in time, you will lose the chance. Unless you come in time, you will lose the chance. Unless you come in time, you will lose the chance. നീ കൃത്യസമയത്ത് വരുന്നില്ലെങ്കിൽ നിനക്ക് അവസരം നഷ്ടമാകും. Unless he works hard, he will fail. അവൻ കഠിനമായി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അവൻ തോൽക്കും, അല്ലെങ്കിൽ കഠിനാധ്വാനം ചെയ്തില്ലെങ്കിൽ അവൻ പരാജയപ്പെടും. Unless he works hard, he will fail. Unless he works hard, he will fail. Unless he works hard, he will fail. I will buy groceries unless the store is closed. കട അടച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഗ്രോസറീസ് വാങ്ങും, അല്ലെങ്കിൽ കട അടച്ചിട്ടില്ലെങ്കിൽ ഞാൻ പലചരക്ക് സാധനങ്ങൾ വാങ്ങും. I will buy groceries unless the store is closed. I will buy groceries unless the store is closed. Unless you finish your homework, you can't go out to play. നിങ്ങളുടെ ഹോംവർക്ക് പൂർത്തിയാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് കളിക്കാൻ പോകാനാവില്ല. Unless you finish your homework, you can't go out to play. Unless you finish your homework, you can't go out to play. Unless you exercise regularly, you won't achieve your fitness goals. നിങ്ങൾ വ്യായാമം പതിവായി ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഫിറ്റ്നസ് ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ കഴിയുകയില്ല. Unless you exercise regularly, you won't achieve your fitness goals. Unless you exercise regularly, you won't achieve your fitness goals. നിങ്ങൾ പതിവായി വ്യായാമം ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഫിറ്റ്നസ് ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ കഴിയുകയില്ല. അൺലെസ് എന്നതിന് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ, അല്ലാത്ത പക്ഷം എന്നൊക്കെയുള്ള ആശയമാണ് വരുന്നതെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് സ്വന്തമായി സെൻറ്റൻസുകൾ ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യാം. എന്നെ ക്ഷണിച്ചാലും ഇല്ലെങ്കിലും ഞാൻ വരും. എനിക്ക് സുഖമാണോ അല്ലയോ എന്നവൾ ചോദിച്ചു. ഉച്ചഭക്ഷണം തയ്യാറാണോ ഇല്ലയോ എന്ന് അവളോട് ചോദിക്കൂ. ശമ്പളം കിട്ടിയാൽ ഇല്ലെങ്കിലും ഞാൻ കമ്പ്യൂട്ടർ വാങ്ങിക്കും. എന്നിങ്ങനെയൊക്കെയുള്ള സെൻറ്റൻസുകൾ നമ്മൾ സാധാരണ മലയാളത്തിൽ പറയാറില്ലേ? ഇവ നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാമെന്ന് പ്രാക്ടീസ് ചെയ്യാം. ഇങ്ങനെയുള്ള സെൻറ്റൻസുകൾ നാം ഇംഗ്ലീഷിൽ പറയണമെങ്കിൽ വെദർ എന്ന പദം ഉപയോഗിച്ച് വേണം പറയുവാൻ വേണ്ടി. ഒരു കാര്യം ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ആണോ അല്ലയോ എന്നിങ്ങനെയൊക്കെ പരോക്ഷമായ ചോദ്യം, സംശയം എന്നിവ പ്രകടിപ്പിക്കുവാൻ വെദർ സർവ്വസാധാരണമായിട്ട് ഉപയോഗിക്കുന്നു. കൂടുതൽ നമുക്ക് സെൻറ്റൻസുകളോട് മനസ്സിലാക്കാം. അതിനു മുമ്പായി വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. കാലാവസ്ഥ എന്നർത്ഥമുള്ള വെദർ അല്ല നാം ഇവിടെ ഉപയോഗിക്കുന്നത്. WHETHER വെദർ എന്ന പദമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. സെൻറ്റൻസുകൾ നമുക്ക് മനസ്സിലാക്കാം. എനിക്ക് വരാൻ പറ്റുമോ എന്നറിയില്ല. I don't know whether I can come. I don't know whether I can come. എനിക്ക് വരാൻ പറ്റുമോ എന്നറിയില്ല. എനിക്കറിയില്ല ഉത്തരം ശരിയാണോ തെറ്റാണോ എന്ന്. I don't know whether the answer is right or not. I don't know whether the answer is right or not. എനിക്കറിയില്ല ഉത്തരം ശരിയാണോ തെറ്റാണോ എന്ന്. എന്നെ ക്ഷണിച്ചാലും ഇല്ലെങ്കിലും ഞാൻ വരും. I will come whether I'm invited or not. I will come whether
ഐ ആം ഇൻവൈറ്റഡ് ഓർ നോട്ട്. എന്നെ ക്ഷണിച്ചാലും ഇല്ലെങ്കിലും ഞാൻ വരും. എനിക്ക് സുഖമാണോ അല്ലയോ എന്നവൾ ചോദിച്ചു. ഷീ ആസ്ക്ഡ് മീ വെദർ ഐ വാസ് വെൽ ഓർ നോട്ട്. ഷീ ആസ്ക്ഡ് മീ വെദർ ഐ വാസ് വെൽ ഓർ നോട്ട്. എനിക്ക് സുഖമാണോ അല്ലയോ എന്നവൾ ചോദിച്ചു. ഉച്ചഭക്ഷണം തയ്യാറാണോ ഇല്ലയോ എന്ന് അവളോട് ചോദിക്കൂ. ആസ്ക് ഹർ വെദർ ലഞ്ച് ഈസ് റെഡി ഓർ നോട്ട്. ആസ്ക് ഹർ വെദർ ലഞ്ച് ഈസ് റെഡി ഓർ നോട്ട്. ഉച്ചഭക്ഷണം തയ്യാറാണോ ഇല്ലയോ എന്ന് അവളോട് ചോദിക്കൂ. ശമ്പളം കിട്ടിയാലും ഇല്ലെങ്കിലും ഞാൻ കമ്പ്യൂട്ടർ വാങ്ങിക്കും. ഐ വിൽ ബൈ എ കമ്പ്യൂട്ടർ വെദർ ഐ ഗെറ്റ് ദ സാലറി ഓർ നോട്ട്. ഐ വിൽ ബൈ എ കമ്പ്യൂട്ടർ വെദർ ഐ ഗെറ്റ് ദ സാലറി ഓർ നോട്ട്. ശമ്പളം കിട്ടിയാലും ഇല്ലെങ്കിലും ഞാൻ കമ്പ്യൂട്ടർ വാങ്ങിക്കും. അവൻ വരുമോ ഇല്ലയോ എന്ന് നിനക്കറിയാമോ? ഡു യു നോ വെദർ ഹി വിൽ കം ഓർ നോട്ട്. ഡു യു നോ വെദർ ഹി വിൽ കം ഓർ നോട്ട്. അവൻ വരുമോ ഇല്ലയോ എന്ന് നിനക്കറിയാമോ? ഞാൻ ഇന്ന് രാത്രി പാർട്ടിക്ക് പോകുമോ എന്ന് എനിക്ക് ഉറപ്പില്ല. ഐ എം നോട്ട് ഷുവർ വെദർ ഐ വിൽ ഗോ ടു ദ പാർട്ടി ടുനൈറ്റ്. ഐ എം നോട്ട് ഷുവർ വെദർ ഐ വിൽ ഗോ ടു ദ പാർട്ടി ടുനൈറ്റ്. ഞാൻ ഇന്ന് രാത്രി പാർട്ടിക്ക് പോകുമോ എന്ന് എനിക്ക് ഉറപ്പില്ല. ഞായറാഴ്ചകളിൽ കട തുറന്നിട്ടുണ്ടോ എന്ന് പറയാമോ? കുഡ് യു ടെൽ മീ വെദർ ദ സ്റ്റോർ ഈസ് ഓപ്പൺ ഓൺ സൺഡേയ്സ്. കുഡ് യു ടെൽ മീ വെദർ ദ സ്റ്റോർ ഈസ് ഓപ്പൺ ഓൺ സൺഡേയ്സ്. ഞായറാഴ്ചകളിൽ കട തുറന്നിട്ടുണ്ടോ എന്ന് പറയാമോ? മീറ്റിംഗ് ഉച്ചയ്ക്ക് 2 മണിക്കാണോ അതോ 3 മണിക്കാണോ എന്ന് എന്നെ അറിയിക്കാമോ? കുഡ് യു ലെറ്റ് മീ നോ വെദർ ദ മീറ്റിംഗ് ഈസ് അറ്റ് 2 PM or 3 PM. Could you let me know whether the meeting is at 2 PM or 3 PM? മീറ്റിംഗ് ഉച്ചയ്ക്ക് 2 മണിക്കാണോ അതോ 3 മണിക്കാണോ എന്ന് എന്നെ അറിയിക്കാമോ? നിങ്ങൾക്ക് ചായയാണോ കാപ്പിയാണോ ഇഷ്ടമെന്ന് പറയൂ. Tell me whether you prefer tea or coffee. Tell me whether you prefer tea or coffee. നിങ്ങൾക്ക് ചായയാണോ കാപ്പിയാണോ ഇഷ്ടമെന്ന് പറയൂ. അത്താഴത്തിന് പിസ വേണോ പാസ്ത വേണോ എന്ന് ഞാൻ അവളോട് ചോദിച്ചു. ഐ ആസ്ക്ഡ് ഹർ വെദർ ഷീ വുഡ് ലൈക്ക് പിസ്സ ഓർ പാസ്ത ഫോർ ഡിന്നർ. ഐ ആസ്ക്ഡ് ഹർ വെദർ ഷീ വുഡ് ലൈക്ക് പിസ്സ ഓർ പാസ്ത ഫോർ ഡിന്നർ. അത്താഴത്തിന് പിസ്സ വേണോ പാസ്ത വേണോ എന്ന് ഞാൻ അവളോട് ചോദിച്ചു. ഇന്നത്തെ വീഡിയോയിലൂടെ വെദറിൻ്റെ പ്രയോഗം എങ്ങനെയെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ സെൻറ്റൻസുകൾ ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യാം. അവൻ അവൻ്റെ അച്ഛനോളം തന്നെ ഉയരമുള്ളവനാണ്. അവൻ്റെ കയ്യക്ഷരം നിന്റേതിനോളം തന്നെ നല്ലതാണ്. അവനൊരു കുറുക്കനെ പോലെ സൂത്രശാലിയാണ്. ഇങ്ങനെയൊക്കെ നമുക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞ് ഇന്ന് പ്രാക്ടീസ് ചെയ്താലോ? അതിനുവേണ്ടി ഉപയോഗിക്കുന്ന പദപ്രയോഗമാണ് ആസ് ആസ് എന്നുള്ളത്. ആസ് എന്ന പദപ്രയോഗം ഉപയോഗിച്ചുള്ള സെൻറ്റൻസുകൾ നമുക്കിന്ന് പ്രാക്ടീസ് ചെയ്യാം. എന്നും പറയുന്ന പോലെ ഇതൊരു ഗ്രാമർ പഠന ക്ലാസ് അല്ല കേട്ടോ. സിമ്പിൾ ആൻഡ് ഷോർട്ട് ഇംഗ്ലീഷ് സെൻറ്റൻസുകൾ ഡെയിലി പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ ആകുക എന്നുള്ളതാണ് ഉദ്ദേശം. അതിനുവേണ്ടിയുള്ള ഗ്രാമർ നാം അറിയാതെ തന്നെ പഠിക്കുന്നുമുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുമല്ലോ. ആസ് എന്നതിന് നോളം അല്ലെങ്കിൽ നേ പോലെ എന്നുള്ള ആശയമാണ് നമുക്ക് മലയാളത്തിൽ ലഭിക്കുന്നത്. അതായത് അച്ഛനോളം അല്ലെങ്കിൽ അച്ഛനെ പോലെ, നിന്റേതിനോളം, അവൻ്റേതിനോളം, കുറുക്കനെ പോലെ എന്നൊക്കെയുള്ള നോളം അല്ലെങ്കിൽ നേ പോലെ എന്നുള്ള ഒരു ആശയമാണ് ആസ് എന്നതിന് നമുക്ക് ലഭിക്കുന്നത്. 2 കാര്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ, അതായത് ഒരു പ്രത്യേക ഗുണത്തിൻ്റെതോയോ സ്വഭാവത്തിൻ്റെതോ അടിസ്ഥാനത്തിൽ അവ തമ്മിലുള്ള സാമ്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ വ്യത്യസ്തതയെക്കുറിച്ചോ കാണിക്കുവാൻ വേണ്ടിയാണ് നാം ആസ് ഉപയോഗിക്കുന്നത്. കൂടുതൽ നമുക്ക് സെൻറ്റൻസുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഹീ ഈസ് as tall as his father. അവൻ അവൻ്റെ അച്ഛനോളം തന്നെ ഉയരമുള്ളവനാണ്. അവൻ അവൻ്റെ അച്ഛനോളം തന്നെ ഉയരമുള്ളവനാണ്. ഹീ ഈസ് as tall as his father. അവൻ അവൻ്റെ അച്ഛനോളം തന്നെ ഉയരമുള്ളവനാണ്. He is as tall as his father. He is as tall as his father.
മൈ ഹാൻഡ് റൈറ്റിംഗ് ഈസ് ആസ് ഗുഡ് ആസ് യുവേഴ്സ്. എൻ്റെ കയ്യക്ഷരം നിന്റേതിനോളം തന്നെ നല്ലതാണ്. മൈ ഹാൻഡ് റൈറ്റിംഗ് ഈസ് ആസ് ഗുഡ് ആസ് യുവേഴ്സ്. മൈ ഹാൻഡ് റൈറ്റിംഗ് ഈസ് ആസ് ഗുഡ് ആസ് യുവേഴ്സ്. ഹീ ഈസ് അസ് കണ്ണിങ് ആസ് എ ഫോക്സ്. അവനൊരു കുറുക്കനെ പോലെ അല്ലെങ്കിൽ കുറുക്കനോളം തന്നെ സൂത്രശാലിയാണ്. ഹീ ഈസ് അസ് കണ്ണിങ് ആസ് എ ഫോക്സ്. അവനൊരു കുറുക്കനെ പോലെ സൂത്രശാലിയാണ്. He is as cunning as a fox. He is as cunning as a fox. He is as busy as a bee. അവന് തേനീച്ചയെ പോലെ തിരക്കിലാണ്. He is as busy as a bee. അവനൊരു തേനീച്ചയെ പോലെ തിരക്കിലാണ്. He is as busy as a bee. Ravi is as strong as Raju. രവി ഈസ് as strong as രാജു. രവി രാജുവിനെ പോലെ ശക്തനാണ്. രവി ഈസ് as strong as രാജു. രവി രാജുവിനെ പോലെ ശക്തനാണ്. രവി ഈസ് as strong as രാജു. സിൽവർ ഈസ് നോട്ട് as useful as iron. വെള്ളി ഇരുമ്പിനെ പോലെ ഉപയോഗപ്രദമല്ല. സിൽവർ ഈസ് നോട്ട് as useful as iron. സിൽവർ ഈസ് നോട്ട് as useful as iron. വെള്ളി ഇരുമ്പിനെ പോലെ ഉപയോഗപ്രദമല്ല. ക്രിക്കറ്റ് ഈസ് as popular as football. ഫുട്ബോളിനെ പോലെ തന്നെ ക്രിക്കറ്റും ജനപ്രിയമാണ്. ക്രിക്കറ്റ് ഈസ് as popular as football. ക്രിക്കറ്റ് ഈസ് as popular as football. ഫുട്ബോളിനെ പോലെ ക്രിക്കറ്റും ജനപ്രിയമാണ്. അസ് എന്നതിൻ്റെ പ്രയോഗം എങ്ങനെയെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സെൻറ്റൻസുകൾ ആവർത്തിച്ച് ഉറക്കെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. നമുക്ക് കാണാം അടുത്ത വീഡിയോയിൽ.